മണിയാർ ജലവൈദ്യുത പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ BOT കരാർ നീട്ടി നൽകാനുള്ള തീരുമാനത്തിന് പിന്നിൽ അഴിമതിയാണുള്ളത്. സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടി നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുകയാണ്. വിഷയത്തിൽ കർശനവും വേഗത്തിലുമുള്ള തീരുമാനമുണ്ടാകണമെന്നും അല്ലാത്തപക്ഷം ജനങ്ങളോടും വരാനിരിക്കുന്ന തലമുറയോടും സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അതീവ ഗുരുതരമായ ക്രമക്കേടും വഞ്ചനയുമായിരിക്കുമെന്നും ചെന്നിത്തല കത്തിൽ വ്യക്തമാക്കുകയാണ്. പദ്ധതിയുടെ BOT കരാർ 25 വർഷത്തേക്ക് കൂടി നീട്ടി നൽകാനുള്ള നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇതിന് പിന്നിൽ വൻ അഴിമതിയാണുള്ളത്. യൂണിറ്റിന് വെറും 50 പൈസ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവുന്ന നിലയമാണ് ആരുടെയൊക്കെയോ സ്വാർത്ഥ ലാഭം നോക്കി സ്വകാര്യ കമ്പനിക്ക് തീറെഴുതാനൊരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച പല തെളിവുകളും രേഖകളും ഇതിനകം പുറത്ത് വന്നിട്ടുമുണ്ട്. നിരവധി കരാർ ലംഘനം നടത്തിയ കമ്പനിക്ക് കരാർ നീട്ടി നൽകുന്നതിന് പിന്നിൽ അഴിമതിയല്ലാതെ മറ്റ് എന്താണ് എന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. കരാർ നീട്ടി നൽകുക വഴി KSEB താൽപ്പര്യമാണോ അതോ സ്വകാര്യ കമ്പനിയുടെ താൽപ്പര്യമാണോ സംരക്ഷിക്കുന്നത് എന്നറിയാൻ താൽപ്പര്യമുണ്ട് എന്നും ചെന്നിത്തല ചോദിക്കുന്നുണ്ട്. കാർ ബോറണ്ടത്തിന് കരാർ നീട്ടി നൽകുന്നതിനെ KSEB ശക്തിയുക്തം എതിർത്തതാണ്. KSEB ചെയർമാനും ചീഫ് എഞ്ചിനീയറും ഊർജ്ജ സെക്രട്ടറിക്ക് നൽകിയിരുന്ന കത്തിൽ ഈ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അടുത്ത 10 വർഷത്തേക്ക് യാതൊരുവിധ അറ്റകുറ്റപ്പണിയും നടത്താതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശേഷിയും സൗകര്യവും ഈ പ്രോജക്റ്റിന് ഉണ്ട്. ഈ പ്രോജക്റ്റ് കൈമാറി കിട്ടുകയാണെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് ഏതാണ്ട് 140 കോടി രൂപയുടെ പ്രയോജനം വൈദ്യുതി ഉപഭോക്താക്കൾക്ക് കൈമാറാനാകുമെന്ന് KSEB തന്നെ സർക്കാരിനെ അറിയിച്ച കാര്യവുമാണ്. എന്നിട്ടും സ്വകാര്യ കമ്പനിക്ക് തീറെഴുതാനുള്ള താൽപ്പര്യം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ചെന്നിത്തല പറയുകയാണ്.